ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എയർ കൂൾഡ് ചില്ലറിൻ്റെ ഇൻസ്റ്റാളേഷൻ പരിചയപ്പെടാം. ആദ്യം തന്നെ എയർ കൂൾഡ് ചില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HVAC സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഹൈടെക് മെഷീനാണ്. ഇത് നമ്മുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ പ്രീ ഇൻസ്റ്റാളേഷൻ പ്രിപ്പറേഷൻ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് സൈറ്റ് കണ്ട് എവിടെയാണോ പൊസിഷനൊക്കെ നല്ല സ്പേസും വെൻറ്റിലേഷനും ഉള്ളവിടെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ നെസസറി ടൂൾസ്, സേഫ്റ്റി, അതായത് ഗ്ലൗസ്, ഗൂഗിൾസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കയ്യിലുണ്ടാവണം. PPE ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ത് ചെയ്യുന്നതിന് മുമ്പ്, സൈറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ആദ്യം തന്നെ യൂണിറ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വാസ്റ്റ് ഏരിയയിൽ, ഒരു വൈഡ് ഏരിയയിൽ വേണം അത് പൊസിഷൻ ചെയ്യാൻ. അത് ക്രെയിനൊക്കെ വെച്ച്, സ്പ്രിങ് ഐസൊലേറ്ററൊക്കെ വെച്ച് പൊസിഷൻ ചെയ്യുക. ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ചില്ലർ ലെവലാണോ എന്നുള്ളത് ആദ്യം മൈൻഡിൽ വേണം. പിന്നെ പൈപ്പിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ് വാട്ടർ പൈപ്പ്, അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവും, ഡ്രോയിങ്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ. MS പൈപ്പ് ആയിരിക്കും കൂടുതലും ചെയ്യുക. അത് ഹീറ്റ് ലോസിനും കണ്ടൻസേഷൻ ഇഷ്യൂസിനും ഒക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈപ്പ് ഇൻസുലേഷനും ചെയ്യേണ്ടി വരും. അതിന് വേണ്ട സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യുക. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ടാസ്ക്കാണ്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ലീക്ക് ഉണ്ടോ, അതായത് പൈപ്പിൽ വല്ല ലീക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ സിസ്റ്റം പ്രഷർ ചെക്ക് ചെയ്യും. പിന്നെ റെഫ്രിജറൻറ്റ് ലെവൽ ചെക്ക് ചെയ്യണം. മെയിൻ്റനൻസ് ഇതൊക്കെ തന്നെയാണ്. യൂസർ മാനുവൽ അനുസരിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എല്ലായ്പ്പോഴും റെഗുലർലി. കോയിൽസ് വല്ല ബ്ലോക്ക് ഉണ്ടോ, ഇവാപ്പറേറ്റർ കണ്ടൻസറിൽ വല്ല ബ്ലോക്ക് ഉണ്ടോ, റെഫ്രിജറൻറ്റ് വല്ല ലീക്ക് ഉണ്ടോ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് മെയിൻ്റനൻസ് ടിപ്സ്. അത് യൂസർ മാനുവൽ നോക്കി കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.